ക്രിസ്തുവിന്റെ ജനനം ലോകത്തിൽ ഒരാൾക്കും അറിയാത്ത ജനനമാണ്, രഹസ്യമാണ്. പിന്നെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്കത് പരസ്യമാക്കാൻ പറ്റും. ആരെ വെളിപ്പെടുത്തിക്കൊണ്ട്? ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്കത് പരസ്യമാക്കാനായിട്ട്. എന്നാലും ലോകം സമ്മതിക്കത്തില്ല ഈ ജനനം സംബന്ധിച്ച്. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ വെളിപ്പെടും എന്നാണ് നാം വായിക്കുന്നത്. അപ്പം തേജസ്സിൽ വെളിപ്പെടാനായിട്ട് പോകുക. നമ്മൾ ആരെയാണ്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത് എന്നെല്ലാം വ്യക്തമാക്കപ്പെടുക. ഇപ്പൊ തന്നെ നമുക്കറിയാം, ജോലിയൊക്കെ കളഞ്ഞ് ആ കുഞ്ഞിന് വേണ്ടി എൻഗേജ് ആകുക, അല്ലെ? ജഡത്തിന്റെ പല ഇഷ്ടങ്ങളും ഒക്കെ വെടിഞ്ഞ് ആ കുഞ്ഞിന് വേണ്ടി എൻഗേജ് ആകുക. ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്കായിട്ട് ഞാൻ ഏതെല്ലാം നിലയിൽ ക്രമീകരിക്കപ്പെടണമോ, നടത്തം ക്രമീകരിക്കപ്പെടണം, തിരക്ക് പിടിച്ച ഓട്ടം പറ്റത്തില്ല, ഇനി പല കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്തേക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ആ കുഞ്ഞിന് വേണ്ടി അങ്ങ് എൻഗേജ് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവിൽ നാം ജനിച്ച നാൾ മുതൽ വാസ്തവത്തിൽ ജഡസംബന്ധമായി മരിച്ച് ആത്മസംബന്ധമായി ജീവിക്കാനായിട്ട് നാം നമ്മെ തന്നെ എന്ത് ചെയ്തതാ? എൻഗേജ് ചെയ്തതാ. പക്ഷെ ഇന്നും നമ്മൾ ആർക്കായിട്ടാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അന്ന് എന്തോ പറഞ്ഞേ? ഞാൻ പാപസംബന്ധമായി ആരോടുകൂടെ മരിച്ചു? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഓർത്തോണം. ജഡസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞ ആത്മസംബന്ധമായിട്ടാണ് നാം ജീവിക്കാൻ പോകുന്നതെന്നും ആത്മസംബന്ധമായി നാം എന്നേക്കും ദൈവത്തോടു കൂടെ വാഴാനായിട്ട് പോവുകയാണെന്നും ഈ ശരീരം കേവലം എപ്പോ തീരുമോ അന്നുകൊണ്ട് അവസാനിക്കുന്നതാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ ഈ നശിക്കുന്നതായ ശരീരത്തിന് വേണ്ടി ഇനി ഞാൻ എന്ത് ചെയ്യില്ല? അധ്വാനിക്കില്ല. മറിച്ച് ഞാൻ എന്തിനായിട്ട് അധ്വാനിക്കും? എന്നെ ജീവിപ്പിച്ച, എന്നെ എന്നേക്കുമായിട്ട് ജനിപ്പിച്ച, രക്ഷിച്ച ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ടാ വാസ്തവത്തിൽ നാം എന്ത് ചെയ്തേ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. നാം എല്ലാവരും ആരിലേക്ക് ചേർന്നു? ക്രിസ്തുവാകുന്ന ഏകനിലേക്ക് എന്ത് ചെയ്തു? ചേർന്നു. നമുക്ക് അതിനോട് തന്നെ ബന്ധപ്പെട്ട ഒരു വാക്യം ഇന്ന് രാത്രി വായിക്കാം. നമുക്കറിയാം, ഈ ആദാമിനെ സംബന്ധിച്ചിടത്തോളം ജനിപ്പിക്കാനായിട്ടും മാത്രമേ കഴിയത്തുള്ളൂ. ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആദാം ജനിപ്പിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ആദാമിനാൽ സാധിച്ചു. എന്തുവാ? കുറെ പേരെ കൊല്ലാനും, കുറെ പേരെ എന്നല്ല, മുഴുവൻ ജനത്തെയും മരണത്തിലേക്ക് നയിക്കാൻ ആർക്ക് സാധിച്ചു? ഞാൻ ചോദിക്കട്ടെ, ഈ ഒടുക്കത്തെ ആദാം ഇനി എന്തോ ചെയ്തേ? ജീവിപ്പിക്കുന്ന ആത്മാവായെന്ന്. അങ്ങനെയാണെങ്കിൽ ഒടുക്കത്തെ ആദാമ് മരിച്ചവരെ എന്ത് ചെയ്യായിരുന്നു? ജീവിപ്പിക്കുക, അഥവാ ഉണർത്തി ജീവിപ്പിക്കുക. വാസ്തവത്തിൽ ഞാൻ എന്തിനാ രക്ഷിക്കപ്പെട്ടെ? ആദം മുഖാന്തരമായി മരണമാകുന്ന ശമ്പളം വാങ്ങിക്കാനായിട്ട് ജീവിച്ച എന്നെ, മരിച്ച എന്നെ ജീവിപ്പിക്കുന്ന ആത്മാവെന്ന വിത്ത് എന്റെ ഹൃദയത്തിൽ വന്നില്ലെങ്കിൽ, അഥവാ എന്നിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ജീവനില്ലാത്തവനായിട്ട് മരിക്കും. അങ്ങനെ മരിച്ചാൽ ഞാൻ ഉയർക്കുകയില്ല. ഞാൻ ജീവനുള്ള ഒരു വിത്തായിട്ട് അടക്കപ്പെട്ടാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? ഉയർക്കത്തുള്ളൂ. ക്രിസ്തുവിന്റെ നാളിൽ ഞാൻ ഉയർക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഞാൻ ആ ജീവനുള്ള, ജീവിപ്പിക്കുന്ന വിത്തായ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? കൈക്കൊള്ളുന്നതിലൂടെയാണ് വാസ്തവത്തിൽ ഞാൻ ആരാകുന്നത്? ജീവനുള്ള, ജീവിപ്പിക്കുന്ന കർത്താവിന്റെ മക്കളായി മാറും. അതുകൊണ്ടാണ് നാം മരിക്കുന്നതിന് മുൻപേ നാം ആരെ കൈക്കൊള്ളണം? ക്രിസ്തുവിനെ കൈക്കൊള്ളണം. അതിനുവേണ്ടി ആ പാപം നമ്മളെ ബോധ്യമാക്കി. അപ്പൊ നമ്മൾ ഓർക്കണം, നേരത്തെ ആ ആദാം നമ്മളെ എല്ലാരെയും മരണത്തിലേക്കാണ് നയിച്ചെന്നുണ്ടെങ്കിൽ ഈ ആദാം എന്താ ചെയ്യുന്നത്? ഒടുക്കത്തെ ആദാം നമ്മെ ജീവിപ്പിക്കുന്ന ആത്മാവ്. നമ്മൾ എത്ര പേർക്ക് അറിയാം ആ ആത്മാവ് മുഖാന്തര നമ്മൾ ജീവിക്കുന്നതെന്ന്? നമ്മൾ എന്നേക്കും ഇനി നമ്മള് സത്യത്തിൽ ഉറങ്ങുകയാണോ മരിക്കുകയാണോ ചെയ്യാൻ പോകുന്നത്? പറഞ്ഞേ, നമ്മൾ ഉറങ്ങുകയാണോ? നമ്മുടെ മരണത്തെ എങ്ങനെയാ നമ്മൾ കാണുന്നത്? ഉറങ്ങാൻ പോകുന്നതായിട്ടാണോ അതോ മരിക്കാനായിട്ടാണോ? നമ്മൾ ഉറങ്ങുക. ഉറങ്ങാൻ ആരിലാ നമ്മൾ ഉറങ്ങാൻ പോകുന്നത്? ക്രിസ്തുവിലാണ് നിദ്ര പ്രാപിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഉറങ്ങുകയാണെങ്കിൽ പിന്നെ മരണഭീതി നമ്മളെ ഭരിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ ഇല്ല. നമ്മൾ ഉറങ്ങിയാൽ ഒരു ദിവസം തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഇപ്പം ഞാൻ വൈകുന്നേരം ഉറങ്ങാൻ പോകുമ്പോ ജോയ്സ് അലമ്പുറ ഇട്ട് കരയോ? അയ്യോ, എന്റെ അച്ചാച്ചൻ ഉറങ്ങാൻ പോയല്ലോ, ഇനി എപ്പോഴാവും? അങ്ങനെ പറയോ? ഇല്ല. ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട്
അവള് യാതൊരു പ്രശ്നവും അവൾക്കില്ല. ഞാൻ പറഞ്ഞേ മാനുഷികമായിട്ട് കരയത്തില്ലെന്നൊന്നും അല്ല കേട്ടോ. ഞാൻ പറയുന്നത് നമ്മളെ കുറിച്ചുള്ളതായിരിക്കുന്ന, നമ്മുടെ അകത്ത് വസിക്കുന്ന രക്ഷിതാവായ ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഇനി നമ്മുടെ ഒടുക്കത്തെ ആദാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ സ്വർഗീയനാണ്. അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഈ ആദ്യത്തെ ആദാമിന് നമ്മളെ ഭൂമിയോടെ വളർത്താൻ പറ്റത്തുള്ളൂ. ഓ സ്തോത്രം. പക്ഷെ ഒടുക്കത്തെ ആദാമിന് നമ്മളെ സ്വർഗത്തോളം വളർത്താനായിട്ട് പറ്റും. മാത്രമല്ല അവനോട് കൂടെ നമ്മെ ഇരുത്തുവാനായിട്ട് പറ്റും. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ടല്ലേ അവൻ ലോകത്തെ ജയിച്ചവനാണെന്ന് പറഞ്ഞു? നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആയി മാറുന്ന ഒരു ഭക്തന്റെ ജീവിതം വാസ്തവത്തിൽ സുരക്ഷിതമല്ലേ? ഇനി ഏതെങ്കിലും ഒരു സങ്കേത നഗരത്തിന്റെ ആവശ്യമുണ്ടോ നമുക്ക് രക്ഷപ്പെടാൻ? നമുക്ക് ഓൾറെഡി ഒരു സങ്കേത നഗരം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ആർക്കും നമ്മളെ പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവന്റെ ഉള്ളിലായി മാറി. നാം ഒരു ശരീരത്തിനകത്ത. ഏത് ശരീരം? ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അകത്ത് അവയവങ്ങളായിട്ട് ആരെ മഹത്വപ്പെടുത്തുവാൻ? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് അതിനോട് ചേർത്ത് ഒരു വാക്യം വായിക്കാം. ഗലാത്യലേഖനം 5-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാ. 5:25, 5:25-26. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അടുത്തത്, നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളാകരുത്. എന്താ ഇവിടുത്തെ വൃഥാഭിമാനം? നമ്മൾ ആത്മാവിനായിട്ടല്ല ജീവിക്കുന്നേ. അന്യോന്യം പോരടിച്ച് അസൂയപ്പെട്ട് അവനെക്കാട്ടിലും എനിക്ക് എന്താവണം, കുറച്ചുകൂടെ മിടുക്കനാകണമെന്നുള്ള ആഗ്രഹത്തിൽ മത്സരിച്ച വാസ്തവത്തിൽ ഇന്ന് സഭകളിൽ പോലും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ജീവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വൃഥാഭിമാനികൾ എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ ആണ് ജീവിക്കുന്നതെന്ന് പറയുകയും നമ്മൾ ജീവിക്കുന്നത് മുഴുവൻ എന്തിനായിട്ടാ? ജഡത്തിനായിട്ടാ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ആത്മാവിന്റെ അല്ലെങ്കിൽ ദൈവം മക്കളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. സത്യമല്ലേ? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കി. നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, നമ്മൾ ആർക്കായിട്ടാ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വാസ്തവം? ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ വായിക്കുന്ന ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ഞാൻ ആരെ തന്നെ അനുസരിക്കണം. ഇപ്പൊ ഞാൻ പറയുന്നേ, ജോയ്സ് എന്റെ ഭാര്യയായി മാറി കഴിയുമ്പോ ഞാന് അവളുടെ ഭർത്താവ്. അവൾ ഇനി തൊട്ട് അന്ന് വരെ ആരെ അനുസരിച്ചാ ജീവിച്ച? വിവാഹം കഴിക്കുന്നിടം വരെ അവളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവളുടെ ജഡത്തെ അവളുടെ ഇഷ്ടാനുസരണം ജീവിച്ചു. നമ്മൾ ഇതുപോലെയായിരുന്നു. പാപസംബന്ധമായി മരിച്ചവരായിരിക്കുന്ന നമ്മള് ജഡത്തെ അനുസരിച്ച് ജഡത്തിന്റെ രാഗമോഹങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടന്നവരായിരുന്നു. എന്നാൽ നാം ഒരു ഭർത്താവിന്റെ കീഴിലേക്ക് അഥവാ ക്രിസ്തുവാകുന്ന കർത്താവിന്റെ കീഴിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മെ ജീവിപ്പിച്ചത് ആരാ? പാപസംബന്ധമായി മരിച്ച നമ്മെ ജീവിപ്പിച്ച് ഇന്ന് നമ്മെ ദൈവത്തിലാക്കി അല്ലെങ്കിൽ ദൈവ മക്കളാക്കി മാറ്റിയപ്പം വാസ്തവത്തിൽ ജീവന്റെ ആത്മാവ് നമ്മളിൽ വന്ന നാട് മുതൽ നമ്മൾ ആരെയായിരുന്നു അനുസരിച്ച് നടക്കേണ്ടത്? ഏതാ ജോയ്സ്? ഇനി ആരെയാ അനുസരിക്കണ്ടേ? അവളുടെ ഇഷ്ടം ചെയ്യാനായിരുന്നെങ്കിൽ അവിടെ നിന്നാ മതിയായിരുന്നു, വിവാഹത്തിലേക്ക് വരണ്ട. അപ്പൊ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതായിരിക്കുന്ന നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്താ? ഇനി ആരുടെ ഇഷ്ടമല്ല ഞാൻ ചെയ്യേണ്ടത്. ഞാന് എന്റെ ഇഷ്ടമല്ല, മറിച്ച് ഞാൻ ആരുടെ ഇഷ്ടം ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് ജീവിക്കണം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആത്മാവിനാലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനിനി എന്തിനായിട്ട് ജീവിക്കരുത്? ആരെ അനുസരിക്കരുത്? ജഡത്തെ അനുസരിക്കരുത്, മറിച്ച് ഞാൻ ആരെ തന്നെ അനുസരിക്കണം? ജീവിക്കുന്നവന് വേണ്ടി തന്നെ അനുസരണം കാണിക്കണം. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും നമുക്ക് ഈ അതായത് 5:13 ഒന്ന് നോക്കിയ സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. അപ്പൊ നമ്മളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. എന്താ ഇവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവസന്നിധിയിൽ എന്ത് കിട്ടി? നീതി കിട്ടി. നമ്മൾ നീതീകരിക്കപ്പെട്ടു. നമുക്ക് കഴിയാത്തതിനെ ആര് സാധിപ്പിച്ചു തന്നു? യേശു കർത്താവ് സാധിപ്പിച്ചു തന്നു. നമുക്കറിയാം, ന്യായപ്രമാണത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വന്തം നീതിക്കായിട്ട് ഓടുന്നോണ്ട്
മറ്റാരെയും സഹായിക്കാൻ എനിക്ക് സമയമില്ല. കാരണം എനിക്ക് തന്നെ എന്തോ കിട്ടിയിട്ടില്ല, പറഞ്ഞേ, നീതി കിട്ടിയിട്ടില്ല. വെപ്രാളപ്പെട്ട് ഓടുക, എങ്ങനെയും എനിക്ക് എന്തോ കിട്ടണം, നീതി കിട്ടണം. അപ്പൊ എനിക്ക് എന്റെ ജോയ്സിനെ പോലും നോക്കാൻ സമയം കാണുകയില്ല. കാരണം എനിക്ക് എന്തോ വേണം, നീതി കിട്ടണം. ഞാൻ പറയുന്നേ, മറ്റൊരുത്തനെ ശ്രദ്ധിക്കാൻ പോലും സമയമില്ലാതെ കഷ്ടപ്പെടുക. എന്തിനായിട്ട്? പറഞ്ഞേ, എങ്ങനെയും ദൈവസന്നിധിയിൽ എനിക്ക് നീതി കിട്ടണം. ഇനി നമ്മുടെ എന്തോ, നമ്മളാണെങ്കിലോ, നമ്മൾ ഓൾറെഡി എന്തോ കിട്ടിയവരാ, നീതി കിട്ടിയവരാ, അഥവാ സ്വതന്ത്രരാ. ഓക്കെ, സ്വതന്ത്രരായിരിക്കുന്ന നമ്മളിപ്പോ എന്തോ ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞു താഴെ എനിക്ക് ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സ്വതന്ത്രമാക്കി, പക്ഷെ നമ്മൾ ഇന്നും ചില കെട്ടുപാടുകളിലല്ലേ? വീടുണ്ടാക്കാനുള്ള കെട്ടുപാട്, ജോലി തിരക്ക്, അല്ലേ? ഇന്ന് വരെ നമ്മൾ ഈ അടിമത്തം വിട്ടിട്ടുണ്ടോ? സത്യത്തിൽ ഇന്നും നമ്മൾ പേടിച്ചല്ലേ? എന്റെ ഭാര്യ എന്താവും, നാളെ ഞാൻ അതൊക്കെ കൂട്ടിപ്പോന്ന, പക്ഷെ പൊന്നു ദൈവം എങ്ങനെ മുമ്പോട്ട്, അല്ലേ? നമ്മളെ സത്യത്തിൽ പ്രയാസപ്പെടുത്തുന്നില്ലേ? നമ്മൾ അടിമകളല്ലേ? സത്യത്തിൽ ആത്മാവിനായിട്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടതായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആർക്കായിട്ടാ ശരിക്കും ജീവിക്കണ്ടേ? ഇവൻ ഞാൻ വിചാരിക്കുക, ഈ നീതി കിട്ടിയവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവരുടെ ആഗ്രഹം? മറ്റേന്ന് പറഞ്ഞാൽ നീതി കിട്ടാത്തതുകൊണ്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യായപ്രമാണത്തിൽ എന്തായിരുന്നു? അവര് വ്യക്തിപരമായിട്ട് ഓടുക, എങ്ങനെയാലും എനിക്ക് എന്ത് കിട്ടണം, അതിനാ ഞാൻ കഷ്ടപ്പെടുന്നത്. നീ നിനക്കുള്ളത് എന്ത് ചെയ്തോ, നീ കഷ്ടപ്പെട്ടോ, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഈ നീതി കിട്ടിയവരെന്താ ചെയ്യണ്ടേ? എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ എന്ത് ചെയ്യണം? ആ നീതിയിലേക്ക് കയറ്റണം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ സന്തോഷത്തിനായിട്ട് ജോയ്സ് അല്ലെങ്കിൽ എൻ്റെ സന്തോഷമാണ് എൻ്റെ കുടുംബത്തിലെ ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എന്നുണ്ടെങ്കിൽ അവരുടെ ആരുടെയും സന്തോഷം എൻ്റെ ലക്ഷ്യമല്ല. പക്ഷെ എനിക്ക് സന്തോഷം കിട്ടി എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇനി ഞാൻ ജഡസംബന്ധമായി ജീവിക്കുന്നത് എന്തിനാ? ജഡപ്രകാരം ഞാൻ ഇനി ജീവിക്കുന്നത് എന്തിനാ? എനിക്ക് കിട്ടിയ സന്തോഷത്തിലേക്ക് പറഞ്ഞേ ഇവരെല്ലാവരെയും നയിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കിട്ടിയ സന്തോഷം എന്താ? വാസ്തവം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതായിരിക്കുന്നു ഞാൻ. ഈ രക്ഷിതാവിനെ വാസ്തവമായ നിലയിൽ അറിഞ്ഞ ഞാൻ എനിക്ക് ചുറ്റുമുള്ളവരോട് എന്തോ പറഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ജീവിച്ചെങ്കിലും നമ്മൾ ഈ ലോകത്തിനുള്ളവരെല്ലാം ഒന്ന് ബോധ്യമാക്കിക്കൂടെ? നമ്മൾ ഇന്നും എന്താ പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്? നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച് നമ്മൾ ലോകത്തോട് പറയുക, ഞങ്ങളും കഷ്ടപ്പെടുക, നിങ്ങളും കഷ്ടപ്പെടുക. ഞാൻ ചോദിക്കട്ടെ, പൗലോസ് അപ്പോസ്തലൻ, പത്രോസ് അപ്പോസ്തലന്മാർ ഒക്കെ അവര് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഇത് നശിക്കാനുള്ള ലോകമാണ്, ഇത് തീക്കിരയാകുവാനുള്ള ലോകമാണ്. ഇതിൽ നാം ഉണ്ടാക്കുന്നതെല്ലാം എന്ത് ചെയ്യും? നശിച്ചു പോകും. അതുകൊണ്ട് നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു നഗരം നമുക്ക് ഉണ്ടാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലുണ്ട്. ആ നിലനിൽക്കുന്ന നഗരത്തിനായിട്ടാണ് നാം എന്ത് ചെയ്യേണ്ടത്? ജോലി ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത്. എല്ലാം നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുക. അങ്ങനെ ജീവിക്കുന്നതായിരിക്കുന്ന നാം എങ്ങനെ വേണം മുൻപോട്ട് പോകാനായിട്ട്? നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾ കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാനേ നേരമുള്ളൂ. പലപ്പോഴും നമ്മൾ അറിഞ്ഞ സത്യത്തിലേക്ക് ഒരാളോടെങ്കിലും സുവിശേഷം പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ ഈ അറിഞ്ഞ സത്യത്തിലേക്ക് ഒരാളെ പോലും എനിക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത്ര മഹത്തായ സ്ഥിതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോകൂലേ? ഇല്ലേ? ഒന്ന് ആലോചിച്ചേ. ഞാൻ ഒരാളോട് പോലും കർത്താവിനെ കുറിച്ച് പറയാൻ ഇനി പറഞ്ഞില്ലേ? നമുക്കൊന്ന് ജീവിച്ച് കാണിക്കാം. ഞാൻ ഇവിടേക്കായിട്ടുള്ളവനല്ല. നമ്മുടെ തിരക്ക് കൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു വീട്ടിൽ പോലും പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? കറക്റ്റ് അല്ലേ? നമുക്ക് ഒരാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന്, നമ്മൾ തന്നെ നീതി കിട്ടിയെന്ന് വലിയ ഉറപ്പൊന്നും നമുക്ക് ഇല്ല. ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രക്ഷ അല്ലെങ്കിൽ നിത്യജീവൻ അല്ലെങ്കിൽ ദൈവവചനത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഒരാളോട് പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ? അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളെയും ഖണ്ഡിച്ച് ഞാൻ ആത്മാവിനാൽ ജീവിക്കുന്നവനാണെന്നൊന്ന് വ്യക്തമാക്കാൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും അയൽവാസിയോടൊന്ന് പറയാൻ അറ്റ്ലീസ്റ്റ് 4 വാക്യം അറിയാവോ? ഞാൻ എവിടേക്കായി ജീവിക്കുക? ഞാൻ എന്താ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നമുക്കറിയോ?
ഞാൻ വിചാരിക്കാം, ഞാൻ ഒരാളുടെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ ബൈക്കിലാണ്, ജസ്റ്റ് പയ്യൻ കയറിയതേ ഉള്ളൂ. എന്നോട് ചോദിച്ചു ഇടക്കര വരെ ഒന്ന് വിട്ടു തരാമോ. ഞാൻ കയറ്റിയ ഉടനെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇത്രയും ക്ഷണത്തിൽ എങ്ങനെ ഒരു സുവിശേഷം പറയാം? എനിക്കാണ് ഈ മണിക്കൂർ എങ്ങനെ സുവിശേഷം ഒന്ന് എത്തിക്കും ഇവന്റെ ഉള്ളിലേക്ക്. ജസ്റ്റ് വണ്ടി കയറ്റിയോണ്ട് എന്തായാലും അവൻ 2 മിനിറ്റ് എനിക്ക് വേണ്ടി നിൽക്കുമല്ലോ. ദൈവമേ അവനെ ഒന്ന് നിർത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2-3 വാചകത്തില് സുവിശേഷം ഒന്ന് ക്യാപ്സൂളായിട്ട് കൊടുക്കാനായിട്ട് എനിക്കൊന്ന് സാധിച്ചായിരുന്നെങ്കിൽ. വളരെ ആലോചിച്ചിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തെങ്കിലും ഒന്ന് അവന് മനസ്സിലാകാവുന്ന രീതി വേണമല്ലോ കൊടുക്കണം. വലിയ പ്രസംഗമൊന്നും നടത്തിയിട്ട് ഇവിടെ പ്രയോജനമൊന്നുമില്ലല്ലോ. അവന് മനസ്സിലാകാം. അതുമല്ല അവന് നിൽക്കാൻ സമയമില്ല. അവൻ എന്റെ വണ്ടിയെ കയറിയിട്ട് ലാസ്റ്റ് അവൻ കുടുങ്ങുന്ന പരുവത്തിലാകാനും പാടില്ലല്ലോ. അപ്പൊ അവന് ഇറങ്ങിയ ഉടനെ ഒരു 2 മിനിറ്റ്, ജസ്റ്റ് 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോ അവസാനിപ്പിക്കണം, സുവിശേഷം അവസാനം. ഞാൻ അവനോട് ഇങ്ങനെ പറയാനിടയാണ്, നിനക്ക് പറ്റാത്തത്, നിനക്ക് അവിടുന്ന് ഇവിടം വരെ നടക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ എൻ്റെ വണ്ടിയെ കയറി. അതുകൊണ്ട് ഞാൻ നിന്നെ ഈസി ആയിട്ട്, നീ കയറിയിരുന്നു, ഞാൻ നിന്നെ ഈസി ആയിട്ട് എവിടെ കൊണ്ടെത്തിച്ചു? നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ കൊണ്ടെത്തിച്ചു. എനിക്ക് പറ്റാത്തതായിരുന്നു സ്വർഗം അവകാശമാക്കുക. ആ അവകാശമാക്കാൻ പറ്റാത്തത് എനിക്ക് പകരക്കാരൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. എനിക്ക് പറ്റാത്ത ആ സ്ഥലത്ത് തന്നെ ഈസി ആയിട്ട് കൊണ്ടെത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി നീ ആർക്ക് വേണ്ടി ജീവിക്കണം? എനിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞ അത്രയും പറഞ്ഞാൽ തന്നെ ആ പറയാവുന്ന രീതിയിൽ ആൾക്ക് ഞാൻ എന്ത് വെച്ചു. അപ്പൊ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ എന്താ പറ്റാത്തതാ. സ്വർഗം സ്വന്തമാക്കുക എന്ന് പറയുന്നത് പറ്റാത്തതാ. ഈ പറ്റാത്ത കാര്യം എനിക്ക് ആരാ ചെയ്തതെന്ന്? പാപമില്ലാത്തവൻ എനിക്ക് പകരമായിട്ട് എന്ത് ചെയ്തു? ആ കാര്യം ചെയ്തു. ഞാൻ പറയട്ടെ, നമ്മൾ ആത്മാവിന് വേണ്ടി ജീവിക്കുന്നത് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് സുവിശേഷം പറയാനുള്ള കഴിവെങ്കിലും നമുക്കുണ്ടോ? നമ്മുടെ അടുത്ത് എത്രയോ അയൽവാസികൾ കയറി ഇറങ്ങുന്നുണ്ടല്ലേ. ഇന്ന് വരെ അറ്റ്ലീസ്റ്റ് അവരോട് ഞാൻ ലോകത്തിനായിട്ട് ജീവിക്കുന്ന ഒരാളല്ല എന്ന് പറയാൻ നമുക്ക് ഗ്യാരണ്ടിയും ധൈര്യവും ഇല്ല. കാരണം എന്താ? നമ്മൾ ജീവിക്കുന്ന മുഴുവൻ ഏതിനു വേണ്ടിയാ? ലോകത്തിന് വേണ്ടിയാ. നമ്മൾ സ്ഥലം മേടിച്ചിട്ട് നമുക്ക് തികയുന്നില്ല. വീട് വെച്ചിട്ട് റൂമോട് റൂം ചേർത്തിട്ട് നമുക്ക് തികയുന്നില്ല. നമുക്ക് എന്തെല്ലാം ചെയ്തിട്ടും സാലറി അത് പോരാ, അതിനധികം വേണം. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം നമ്മളിലേക്ക് വരുന്നതിന്റെ കാരണം എന്താ? നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ എന്താണ് തിരക്കാം. സത്യത്തില് ഈ തിരക്കൊന്ന് ഒഴിവായായിരുന്നെങ്കിൽ എത്രയോ പേരെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ശരിക്കും സ്നേഹിക്കാം. നമുക്ക് പലപ്പോഴും അത് കഴിയാത്തതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് ഒരു സുവിശേഷത്തിന്റെ ഒരു വാചകമെങ്കിലും അറ്റ്ലീസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. കൊരിന്ത്യലേഖനത്തിൽ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ അന്യഭാഷ നിർത്തിയിട്ട് സ്വന്തം ഭാഷയിൽ 4 വാക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു? മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ. എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വ്യാഖ്യാനി ഇല്ലാതെ അന്യഭാഷ വ്യക്തമാക്കാൻ പറ്റില്ല. ഞാനതിന് ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ വന്നതാ. ഈ വ്യാഖ്യാനി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ജീവിതമാകുന്ന അനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിലയിൽ ഞാൻ ജീവിച്ച് കാണിച്ചാൽ ഞാൻ എവിടേക്കുള്ളതാണെന്ന് ലോകം അറിയും, സ്വർഗത്തിലേക്കുള്ളതാണെന്ന്. ഞാൻ പറയട്ടെ, നമ്മൾ എവിടോട്ടാ പോകുന്നതെന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറയുന്ന നീതി കിട്ടിയെങ്കിൽ ഞാൻ പറയുന്നേ, എനിക്ക് സന്തോഷം കിട്ടിയാൽ പിന്നെ എന്താ എൻ്റെ ലക്ഷ്യം? മറ്റവനെ ആ സന്തോഷത്തിലേക്ക് എത്തിക്കുക. പലപ്പോഴും നമുക്ക് ആ സന്തോഷം കിട്ടി എന്നുള്ള ഉറപ്പ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന ഈ വചനമൊക്കെ ഒന്ന് ശരിക്കും വായിച്ചാലല്ലേ ഇതിലെ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഇവിടെ തന്നെ സ്വാതന്ത്ര്യത്തിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഏതിന്റെ പിടിയിലായിരിക്കുക? ജഡത്തിന്റെ പിടിയിലായിരിക്കുക. ജഡീക ആഗ്രഹങ്ങൾ നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുക. ജഡത്തിന്റെ സുഖങ്ങൾക്കായിട്ട് നിങ്ങൾ ഇന്നും ഓടുകയാ. ഇന്നും ഓടിയിട്ട് നിങ്ങൾക്ക് തികയുന്നില്ല. നിങ്ങളുടെ ചെലവ് വർദ്ധിക്കുന്നു. ചെലവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ സാലറി കൂടുന്നു. സാലറി കൂടുന്നതിനനുസരിച്ച് വീണ്ടും ചെലവ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് ഒന്നും നേടാനായിട്ട് സാധിക്കുന്നില്ല. സത്യമല്ലേ? നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ടോ എന്തെങ്കിലും? നമ്മുടെ എത്രയുണ്ട് നീക്കുബാക്കി? ഇന്നുവരെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് നീക്കുബാക്കിയുണ്ട്? നമുക്ക് ഒരു കാലത്തും തികയത്തില്ല. പക്ഷെ നമ്മളെ തന്നെ ഒന്ന് എൻഗേജ് ചെയ്യ്. ഞാൻ ആർക്കായിട്ട് ജീവിക്കേണ്ടവനാ? സ്വർഗത്തിലെ ദൈവത്തിനായിട്ട് ജീവിക്കേണ്ടവനാ. അവനായിട്ട് വിളിക്കപ്പെട്ടതാണ് ഞാൻ. അതുകൊണ്ട് എന്നിലൂടെ പുറപ്പെട്ടു വരേണ്ട ചില ഫലങ്ങളുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതലിലൂടെ പുറത്തേക്ക് വരേണ്ട ചില സ്വഭാവ രൂപങ്ങളുണ്ട്. ആ രൂപത്തെ ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ബന്ധപ്പെടുന്ന ഒരു കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുവാൻ ബന്ധപ്പെടുന്ന ഒരു സ്ത്രീയെ പോലെ ഞാൻ എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിന്റെ
സ്വഭാവങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് കഷ്ടം സഹിക്കുന്ന ആ വരം തേടുവാനിടയാകണം. സത്യത്തിൽ ഞാൻ ഓർക്ക് കഷ്ടമില്ലെങ്കിൽ ഇതെങ്ങനെ കാണിക്കും? ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടം തരുന്നത് പോലും എന്തിനാ? യാതൊരു കഷ്ടങ്ങളിലും ഉള്ളവരെ ആശ്വസിപ്പിക്കുവാനുള്ള ദൈവിക ജീവൻ എനിക്ക് പകരണമെങ്കിൽ ഞാൻ ഏത് കഷ്ടത്തിലൂടെ പോണം? ഈ കഷ്ടത്തിലൂടെ. ഇപ്പൊ ബ്യൂള സഹോദരി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന കഷ്ടങ്ങളിലൂടെ കടന്നുപോയാൽ ആ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും ബ്യൂള സഹോദരിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? പറഞ്ഞേ, ആശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരുക എന്ന് പറയുന്നത് നാം ആരെ അനുസരിക്കുന്നതിലൂടെയാണ്. നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളെ ജീവന്റെ വഴിയിലൂടെ നടത്തുവാൻ ഉപദേശിക്കുന്ന ഒരു ഉപദേശത്തിന്റെ ആത്മാവിനെ ദൈവം എവിടെ തന്നിരിക്കുക. അതുകൊണ്ടാ പറഞ്ഞ, ഇനി ആരാലും അവന് ഉപദേശിക്കപ്പെടണ്ട, അവനെ ഉപദേശിക്കാൻ ആരുണ്ട്? അകത്ത്. അപ്പൊ അകത്തുള്ള ആത്മാവിനെ ഞാൻ അനുസരിച്ച് നടക്കുന്നതിലൂടെയാണ് ഞാൻ ലോകത്തിനായിട്ടല്ല, മറിച്ച് ആർക്കായിട്ടാണ് ജീവിക്കുന്നത് വെളിപ്പെടുത്തുന്നത്? ദൈവത്തിനായിട്ടാ, ക്രിസ്തുവിനായിട്ടാണ് എന്നുള്ളത് വ്യക്തം. അപ്പം സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ ക്രിസ്തു സ്വതന്ത്രരാക്കിയിരിക്കുക. അതുകൊണ്ട് നാം ഇനി അന്യോന്യം എന്ത് ചെയ്യണം എന്നാ വായിക്കുന്നേ? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും എന്ത് ചെയ്തിരിക്കുന്നു? അടങ്ങിയിരിക്കുന്നു. എന്നിട്ട് പറയാ, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ എന്ത് ചെയ്യുക? ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അപ്പൊ നമുക്ക് നീതി കിട്ടി. അതുകൊണ്ട് തന്നെ ഒരുവനാൽ ഒരുവൻ ഇനി ഒടുങ്ങിപ്പോകുകയല്ല, മറിച്ച് ഒരുവനാൽ ഒരുവൻ എന്ത് ചെയ്യണം? ജീവിക്കുവാനായിട്ടിടയായിട്ട് തീരണം. എനിക്ക് കിട്ടിയ സന്തോഷം ഞാൻ മറ്റവർക്ക് നൽകാനായിട്ട് ആ ക്രൂശ് സഹിക്കേണ്ട ആവശ്യം വരുന്നേ. ഇപ്പൊ എനിക്ക് സന്തോഷം നേടാൻ ഞാൻ ഓടി, എനിക്ക് കിട്ടി. എന്നാൽ അവരിൽ സന്തോഷം കൊണ്ടുവരണമെങ്കിൽ ഞാൻ ക്രൂശ് സഹിക്കേണ്ടതായിട്ട് വരും. എന്താ ക്രൂശ്? അവിടെ ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ കൊണ്ടുപോകണം. ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴല്ലേ ക്രൂശ് ഉള്ളൂ. എടാ, ഞാൻ എന്നെ ജീവിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്റെ ഓട്ടത്തിൽ പലപ്പോഴും എനിക്ക് ക്രൂശ് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ഓടുക, എന്റെ ആഗ്രഹമൊക്കെ സാധിപ്പിക്കാൻ ഓടുക. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്കെങ്കിലും അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ക്രൂശ് സഹിക്കേണ്ടതായിട്ട് വരും. ഞാൻ ചോദിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു താൻ സമ്പന്നനായിരിക്കട്ടെ, എന്തിനാണ് താൻ ദരിദ്രനായത്? ക്രൂശ് സഹിച്ചത് എന്തിനാണ്? നമ്മെ ദൈവത്തോട് അടുപ്പിക്കാണ്. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തത്? ലോകത്തിൽ വന്നതും ക്രൂശ് സഹിച്ചത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞിന് വേണ്ടി ക്രൂശൊക്കെ സഹിക്കുന്നുണ്ടല്ലേ? അതൊരു ലോക ക്രമീകരണമായതുകൊണ്ട് നമ്മളത് സഹിക്കുക. അത് സഹിച്ചേ പറ്റൂ അല്ലേ? എന്നാൽ നാം ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ ജനിച്ച, എന്നെ രക്ഷയിലേക്ക് നയിച്ച, എന്നെ ജീവനുള്ളവനാക്കി മാറ്റിയ, നാളെ ഞാൻ ഉണരും ആരുടെ ശബ്ദം കേൾക്കുമ്പോൾ? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവർ ഉണരും, കാഹള ശബ്ദം കേൾക്കും. അവിടെ പൗലോസ് കൊരിന്ത്യലേഖനത്തിലൊക്കെ പറയുന്നേ, ആദ്യം ക്രിസ്തുവിനുള്ളവർ. അവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, നിദ്ര കൊണ്ടവർ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് 2 കൊരിന്ത്യരില് മരണ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുമ്പോ അവിടെ ഇങ്ങനെയാ പറയുന്നേ, നിദ്ര കൊണ്ടവരിൽ നിദ്ര കൊണ്ടവരിലാണ് ആര്? ക്രിസ്തു ആരായിരിക്കുന്നത്? അവിടെ ഇങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത് അല്ലേ? 2 കൊരിന്ത്യരല്ലേ, 1 കൊരിന്ത്യരിലാണ് 15-ാം അധ്യായം. അവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ. അപ്പൊ നിദ്ര കൊണ്ടവർക്കാണ് ആര് ആദ്യം? മരിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും അനീഷും എന്താ ചെയ്യുന്നേ? ഉറങ്ങിക്കിടക്കുക. അപ്പൊ ഉറങ്ങിക്കിടക്കുന്നവർക്കാണ് ക്രിസ്തു ആരായിരിക്കുന്നത്? പറഞ്ഞേ, ഉറങ്ങിക്കിടക്കുന്നവർക്കാണ് ക്രിസ്തു ആദ്യം. പിന്നെ ഉറങ്ങുന്നവരെല്ലാം ഉണരും. പിന്നെ അവസാനം എന്ന് പറഞ്ഞാൽ എപ്പം? ന്യായവിധിക്കായിട്ടുള്ള എഴുന്നേൽപ്പ. നോക്കിയേ, ആദ്യം ക്രിസ്തു ഉറങ്ങിക്കിടക്കുന്നവരോട് മുഴുവൻ പറയുക, നിങ്ങൾക്ക് മുമ്പേ ഞാൻ എണീറ്റിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈ ഉറങ്ങുന്ന നിങ്ങള് ഉണർന്ന് ആർക്കായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ അത് കാണിക്കുന്നത്. എന്നാൽ ഉറങ്ങുന്ന നമ്മളോട്, അതായത് ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ, ഉറങ്ങുന്നവരിലാണ് ആദ്യമായിട്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഇനി ഉറങ്ങിയവരെല്ലാം എന്തോ ചെയ്യും? ഒരു ദിവസം ആ ശബ്ദം കേട്ടെന്ത് ചെയ്യും? ഉണരുവാനായിട്ട് പോവുക. ഞാൻ ചോദിച്ചാൽ, ഇത്ര മഹത്തമായ സ്ഥിതിയിലേക്ക് നയിച്ചതായിരിക്കുന്ന ഈ കർത്താവിനോട് നാം ചെയ്യേണ്ട, അല്ലെങ്കിൽ കർത്താവ് എന്തിനാ നമ്മെ മുഴുവൻ സ്വർഗത്തിൽ ഇരുത്താനായിട്ടാ എന്ത് സഹിച്ചത്? ക്രൂശ് സഹിക്കുവാനായിട്ട്
ഇടയായിട്ട്. ഞാൻ പറയാ, ഒരാളോട് സുവിശേഷം പറയുമ്പോൾ തൊട്ട് നമുക്ക് ക്രൂശുണ്ട്. അതെപ്പോഴാണ്? ഞാനിപ്പോ അവനെ ഒന്ന് പിടിച്ചു നിർത്തി, മോനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേനും അവന്റെ മുഖം ലേശം, ഇവൻ എന്തോ ഈ പറയാൻ പോകുന്നേ. അപ്പൊ ക്രൂശ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്ത്? എടാ, ഞാൻ എന്റെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് നടന്നപ്പം ഒരു ക്രൂശും ഇല്ല. പിന്നെ എപ്പോഴാ ക്രൂശ് ആരംഭിച്ചേ? ഞാൻ ഈ കർത്താവിനെ മറ്റവനൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചു. അവിടെ ഉടനെ ചോദിക്കും, നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ഞങ്ങളെല്ലാം. അപ്പൊ അങ്ങനെ പല ചോദ്യങ്ങളാണ് ആരോട് വരുന്നത്? നമ്മളിലേക്ക് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അപ്പോഴല്ലേ അവര് നമ്മളോട് ദേഷ്യം പുലർത്താൻ തുടങ്ങിയേ? നിങ്ങൾ ഇങ്ങനെ പലരെ ഇതുപോലെ ഓരോന്ന് പറഞ്ഞെന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വാക്കുകൊണ്ട് എന്ത് ചെയ്യുക? കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ കേൾക്കേണ്ടി വന്ന എപ്പോഴാണ്? ഞാൻ ആരെ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു? ഞാൻ ക്രിസ്തുവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ പറയട്ടെ, നമ്മൾ വ്രതാഭിമാനികളായിട്ട് ജീവിക്കാതെ നമ്മൾ എന്തോ ഉള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക്. ഞാൻ വ്രതാഭിമാനിയായിട്ട് ജീവിക്കത്തില്ല. ആത്മാവിനാലാണ് ജീവിക്കുന്നു എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആരെ തന്നെ അനുസരിച്ച് ജീവിക്കും? ഈ ആത്മാവിനെ തന്നെ അനുസരിച്ച് ജീവിക്കും. വാസ്തവത്തില് സാധുവിനെ പോലുള്ള ഭക്തന്മാരൊക്കെ പാട്ടുപാടി, വേണ്ട ഇപ്പോഴല്ല ജഡത്തിൻ സുഖം, അങ്ങനെ ഒരു പാട്ടില്ലേ? എന്റെ സമയം അല്ലെ, ഇപ്പോഴല്ല ജഡത്തിൻ സുഖം, വേണ്ട വേണ്ട എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ, അല്ലേ? ഇപ്പൊ ജഡത്തിന്റെ സുഖം അന്വേഷിച്ച് പോകാനുള്ള സമയം അല്ല. എനിക്കുള്ള സമയം എന്ന് പറയുന്നത് ഏതിനായിട്ടുള്ള സമയ? ഞാൻ ആയിരിക്കുന്ന ജോലി സ്ഥലം, ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാടെല്ലാം ഞാൻ ആരെ അനുസരിക്കുന്നതിലൂടെ പാപത്തോട് പോരാടുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് ഞാൻ എനിക്കുള്ളവരോട്, ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരോടെല്ലാം ഞാൻ എന്തു പറയുക? ഞാൻ അങ്ങനെ ജീവിച്ചുകൊണ്ട്. അപ്പൊ ചോദിക്കുക, നിങ്ങൾക്ക് എന്താ ഓണമൊന്നുമില്ലേ? അപ്പൊ ചിലപ്പോ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഈ പരിപാടി ഒന്ന് കണ്ട? അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മുഴുവൻ നമ്മൾ എന്തോ പറയേണ്ടി വരിക. അപ്പൊ നമ്മൾ ഉടനെ പറയും, ഞങ്ങളുടെ കർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, സാധ്യത കൊടുക്കുന്നില്ല. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിതത്തിനായിട്ട് നാം ഒതുങ്ങുമ്പോൾ പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരും. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ നമ്മളിങ്ങനെ ജീവിക്കുന്നേ? നമ്മൾ തിരക്കിട്ട ഒരു ലൈഫിലൂടെ പോകും, ഇതുമല്ലോ നോക്കണോ? നമ്മൾ തന്നെ ഇവനെ നീതിയിലേക്ക് നയിക്കല എന്റെ പണി. എന്താ അതിന്റെ കാരണമെന്ന് അറിയോ? നമുക്ക് തന്നെ ഈ വചനത്തെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ചോദ്യം, ഒരു വ്യക്തതയുണ്ടോ? ഞാൻ ആത്മാവിനാൽ ജീവിക്കുന്നുണ്ടോ? എൻ്റെ അകത്ത് അങ്ങനെ ഒരു ജീവൻ ഉണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നേ, ഗലാത്യലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നേ, നോക്കിയേ, 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നോക്കിയേ, ഇങ്ങനെ വായിക്കുന്നത്, വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുക. എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ? വിശ്വാസത്താൽ, ന്യായപ്രമാണത്താലല്ല, പ്രവൃത്തിയാലല്ല. ഞാൻ വിശ്വസിച്ചു, യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണത്തിലൂടെ എനിക്ക് എന്ത് കിട്ടി? നീതി കിട്ടി. ഇനി എനിക്ക് നീതി കിട്ടി എന്ന് ഉറപ്പിനായിട്ട് ആരെ തന്നു? ഉടനടി ഒരു ആത്മാവിനെ തന്നു. ആ ആത്മാവിനാലാണ് ഞാനിപ്പോ കാത്തിരിക്കുന്നത്. ഇപ്പൊ ബ്യൂലാ സഹോദരിയുടെ ഏറ്റവും വലിയ ഉറപ്പ് എന്നാന്നറിയോ? ജെറിന്റെ കുഞ്ഞിനെ ഞാൻ വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, അല്ലേ? ഈ ഐഡന്റിറ്റി വെച്ചാണ് ജെറിന്റെ മുമ്പിൽ ഞാൻ എന്തോ ക്ലെയിം ചെയ്യുന്നേ? നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്തേ? പ്രസവിച്ച. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ വഹിക്കുക. വാസ്തവത്തിൽ ദൈവത്തിന്റെ മുൻപിലുള്ള നമ്മുടെ സാമർത്ഥ്യം എന്ന് പറയുന്നത് എന്താ? ധൈര്യം എന്ന് പറയുന്നത് എന്താ? അവിടുത്തെ ആത്മാവ് എന്റെ ഉള്ളിലുണ്ട്, എന്നെ ജനിപ്പിച്ചതിന്റെ തെളിവാത്. ഈ ആത്മാവിനാൽ ഞാൻ കാത്തിരിക്കുക. ഏത് നാളിനായി? സ്തോത്രം. ആ പ്രത്യാശ നിവർത്തി. എന്താണ് എന്റെ പ്രത്യാശ? ഒരു നാളിൽ ഞാൻ കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ വാഴും. സ്തോത്രം. നമ്മൾ ആ ഒരു സത്യത്തിനായിട്ട് ഒരുക്കമുള്ളവരായിട്ട്, നമ്മുടെ തിരക്കൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊന്ന് കഴിഞ്ഞാൽ മതി. ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തനാകും. ഞാൻ വാഗ്ദത്തങ്ങൾ, അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട് നമ്മള്, വാഗ്ദത്തങ്ങൾ മുഴുവൻ ഒതുങ്ങി നിൽക്കുന്നത് ഏതിനകത്താ? ഈ ഒരു ഒറ്റ സന്തതി ആയിരിക്കുന്ന ക്രിസ്തുവിലാണ്. അപ്പൊ ആ ഏകൻ, അതാണ് അബ്രഹാമും അവന്റെ സന്തതിക്കും, സന്തതികൾ എന്നല്ല, സന്തതിക്കും എന്ന വചനത്തിൽ ആ കാര്യം നിൽക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പൊ ആ സന്തതിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ തിരിയണമെങ്കിൽ ബാക്കി എല്ലാ സന്തതി ആരാണെന്ന് തെളിയണം. പറഞ്ഞേ, പാപികളാണെന്ന് തെളിയണം. അതിനല്ലേ ന്യായപ്രമാണത്തെ അയച്ചേ? നീ അങ്ങ് ചെയ്യടാ, നോക്കട്ടെ. ചെയ്തപ്പോ എന്തോ ആകാൻ പറ്റുന്നില്ല. എനിക്ക് ന്യായപ്രമാണ നീതിയിലേക്ക് വരാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു കാര്യം പിടികിട്ടി, ഞാൻ ഒരു പാപിയാണെന്നുള്ള ബോധ്യം
ഉണ്ടായി. അപ്പൊ പറയാ, ഞാൻ സന്തതിക്കും എന്ന ഏകനിലേക്ക് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? തിരിഞ്ഞു. ഉടനെ ആ സന്തതിയാണ് വാഗ്ദത്തങ്ങൾ മുഴുവൻ ലഭിച്ച സന്തതി. ആ സന്തതിയെ ഞാൻ കൈക്കൊള്ളുന്നതിലൂടെ, വിശ്വാസത്താൽ അംഗീകരിക്കുന്നതിലൂടെ സ്വർഗീയമായ മുഴുവൻ വാഗ്ദത്തത്തിനും ഞാൻ ആരായി മാറുക? പറഞ്ഞേ, ഉടമയായിട്ട് മാറുക. അതുകൊണ്ടാണ് എന്നോട് കർത്താവ് പറഞ്ഞേ, നിന്റെ നടപ്പ് ദ്രവ്യാഗ്രഹം കൂടാതെ ഇരിക്കട്ടെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ദ്രവ്യാഗ്രഹം കൂടാതെ ഉള്ളൊരു നടപ്പെങ്കിലും കാണിച്ചിട്ട് നമുക്ക് ഈ ലോകത്തെ ബോധ്യമാക്കിക്കൂടെ? എന്താ നിങ്ങളുടെ പോലത്തെ തിരക്ക് ഞങ്ങൾക്കില്ലാത്തെന്നറിയാവോ? ഞങ്ങൾ ആരെ അറിഞ്ഞിരിക്കുന്നു? പറ, ഞങ്ങൾ ആരെ അറിഞ്ഞിരിക്കുന്നു? ഞാൻ സേവിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഈവൻ അങ്ങാടി ചെന്നൊരു ഭക്ഷണം കഴിക്കുമ്പോ പോലും കർത്താവ് എന്താ പറയുന്നത്? നീ അവിടെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട, സ്തോത്രം ചെയ്തിട്ട് കഴിച്ചോ. എന്നിട്ട് അവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത്. അതില് വരുന്ന എല്ലാ വിഷാംശത്തെയും നീക്കം ചെയ്യുവാൻ കഴിവുള്ള ശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ മകനാണെന്നുള്ള ബോധ്യത്തോടെ കഴിച്ചോളാൻ ആവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്ര ബലവാനായ ശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മള് ഇന്നും ഏതിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക? നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്കിപ്പോ ലോകത്തിന്റെ മാതിരി എന്തോ പോണ്ട, നേർച്ച കാഴ്ചകൾക്കൊന്നും എന്ത് ചെയ്യണ്ട, പോണ്ട. പിന്നെ ഉള്ള സമയം മുഴുവൻ നമുക്ക് എന്തിനായിട്ട് ഉപയോഗിക്കാം? പറഞ്ഞേ, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് 4 പണം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതല്ലേ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള്. നമുക്കിനി നീതിക്കായിട്ട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. എവിടെ പോണ്ട? ശബരിമല പോണ്ട. പറഞ്ഞേ, പള്ളിയിൽ നേർച്ചയ്ക്കൊന്നും പോണ്ട. വേറെ ഒരു പണി എടുക്കണ്ട. ഞങ്ങളുടെ എല്ലാം ആര് ചെയ്തു തീർത്തു? പറഞ്ഞേ, ഞങ്ങളുടെ കർത്താവ് ചെയ്തു തീർത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. പിന്നെ ഞങ്ങൾക്ക് ഒറ്റ പ്രവൃത്തിയുടെ ആവശ്യമുള്ളൂ. ഏത് പ്രവൃത്തി? പണത്തിനായിട്ട് ഞങ്ങൾ ഓടുക. അത് ധാരാളം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്തോ ആകും? പറഞ്ഞേ, ദൈവാനുഗ്രഹം തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ നമ്മള്. യഹൂദന്മാരുടെ ഒരു വലിയ ഐഡിയ എന്താണെന്നറിയോ? അവര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം, ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇവരുടെ വില മുഴുവൻ പോയി. കാരണം വിശ്വാസത്താൽ രക്ഷ കിട്ടി. ഇപ്പൊ അവിടെ പ്രവൃത്തിയാന്ന് പറഞ്ഞ് ഈ കാലം അത്രയും ഞങ്ങള് വലിയ വലിയ പരിപാടികളും പെരുന്നാളും ഒക്കെ വെച്ചോണ്ട് മുമ്പോട്ട് പോയ ഞങ്ങളുടെ ഞങ്ങളിലുള്ള ശ്രദ്ധ മുഴുവൻ നാട്ടുകാരുടെ ഇപ്പൊ പോയി. ഇപ്പൊ എല്ലാരും എവിടെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക? ക്രിസ്തുവിലോട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അപ്പൊ ചിലര് വന്നു. എന്തിനാണെന്നറിയും? പരിച്ഛേദനയും കൂടെ ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ? സ്വർഗത്തിൽ പോകത്തുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ എന്താ പരിച്ഛേദന ചെയ്യണം എല്ലാരും? എന്നാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. രക്ഷ മാത്രമൊന്നും പോരാ, വിശ്വാസം മാത്രമൊന്നും പോരാ, എന്തും കൂടെ നിങ്ങൾ ചെയ്യണം. എടാ, യവന്റെ പരിച്ഛേദന ഞാൻ ഏൽക്കുന്നതോടുകൂടി പിന്നെ യഹൂദൻ ആരായി സഭയില്? പറഞ്ഞേ, യഹൂദൻ മുഖ്യനായി, യഹൂദൻ പിന്നെയും വലിയവനായി. ഇതുപോലെ കുറച്ച് പരിപാടിക്കാർ എവിടോട്ട് വരും? എല്ലാ കാലത്തും ജഡത്തിൽ പ്രശംസിപ്പിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ധനമാണ് ദൈവാനുഗ്രഹം എന്ന് പഠിപ്പിച്ച് സഭയുടെ മൂപ്പന് പോലും ആരാകുന്നേ? പറഞ്ഞേ, ക്ലിയർ ആയിട്ട് പറ, ആരാകുന്നേ? പണക്കാരനായി മാറുക. എന്നിട്ട് പണത്തിന് എന്ത് കൊടുക്കുക നമ്മള്? അത് ദൈവാനുഗ്രഹമാണെന്ന് പഠിപ്പിച്ച് നമ്മൾ ആ പരിച്ഛേദനക്കാരല്ലേ? ആ പരിച്ഛേദന യഹൂദനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ആര്? അല്ല. എന്നിട്ട് പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ പോലെ ആയില്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യഹൂദനായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഒരു ജാതിയന്റെ അപ്പോസ്തലനായി. എന്റെ സകല എന്തും വെടിഞ്ഞു. ഞാൻ എനിക്ക് നന്മയെന്ന് കരുതിയിരുന്നത് മുഴുവൻ വെടിഞ്ഞിട്ട് ഞാൻ ആരോട് ചേർന്നു? നിങ്ങളോട് ചേർന്നില്ലേ ഗലാത്യ വിശ്വാസികളെ? ഞാൻ നിങ്ങളോട് ചേർന്നില്ലേ? എന്നിട്ട് നിങ്ങളിപ്പോ എന്താ അവരോട് ചേർന്നേക്കുന്നേ? നിങ്ങൾ ആരോടാ? ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരിയാകുവിൻ. ഞാൻ പറയട്ടെ, നമ്മുടെ ലോകപ്രകാരമുള്ള ജഡത്തിന്റെ ഏതെങ്കിലും കഴിവ് കാണിച്ച് അവരിൽ എന്നെ പോലെ ആകണമെങ്കിൽ നിങ്ങൾ ആയിക്കോ എന്ന് പറയുകയും പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും ആരെ പോലെ ആകണം? പറഞ്ഞേ, ക്രിസ്തുവിനെ പോലെ ആകണം. ഇന്ന് സഭകൾ പോലും ആത്മാവിനാൽ ജീവിക്കുകയും ആത്മാവിനെ അനുസരിക്കുകയും ചെയ്യുന്നവൻ പിന്നെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുവോ? ഇല്ല. ആ ജഡത്തെ പൊക്കി കാണിക്കോ? ഇത് അനുഗ്രഹമാണെന്ന് പറയോ? ജഡത്തിലുണ്ടാകുന്നത് എല്ലാം നശിക്കാനുള്ളതായിരിക്കുമ്പോ പിന്നെ ഏതാ ഞാൻ അനുഗ്രഹം പിടിക്കണ്ടേ? വാസ്തവത്തിൽ എന്താ അനുഗ്രഹം? ഞാൻ അവനായിട്ട് ജീവിക്കുന്നതാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്. അല്ലാതെ വ്രതാഭിമാനികളായിട്ട് ജഡത്തിനായിട്ട് ജീവിച്ചിട്ട് കുറെ പണമുണ്ടാക്കിയിട്ടോ ലോകപ്രകാരമുള്ള മഹിമകൾ നേടിയിട്ടോ അതിനെ എന്തായിട്ട് നമ്മൾ പറയരുത്. ഇത് ദൈവാനുഗ്രഹമാണെന്ന് പറയരുത്. ഓക്കെ, ഒരു വിധേനെ സമ്പത്ത് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ദൈവം നൽകുന്നതാ. പക്ഷെ അതൊന്നും പൊക്കിപ്പിടിച്ചുകൊണ്ടല്ല ഞാൻ ആരാണെന്ന് പറയേണ്ടത്, ആത്മീകനാണെന്ന് പറയേണ്ടത്. എന്റെ ആത്മീകത എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ഉള്ളിൽ ലഭിച്ചതായിരിക്കുന്ന എൻ്റെ കർത്താവിനെ അനുസരിച്ചുള്ളതായിരിക്കുന്ന എൻ്റെ ജീവിതമാണ്
ഫലം അഥവാ ആത്മാവിന്റെ സ്വഭാവമാകുന്ന സ്നേഹം, സമാധാനം, ദീർഘക്ഷമ, ഇതൊക്കെ വെളിപ്പെടുത്തുന്നതാണ് വാസ്തവത്തിൽ ഒരു ആത്മീകന്റെ ഗുണലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ആകാനായിട്ട് ധാരാളമായ കൃപ ഇന്ന് രാത്രി നൽകപ്പെടട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നതാണ്.